നാം നിങ്ങൾക്കിത് തിരികെ തരുന്നു. കാരണം മോത്തിക്കിപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കിതുപയോഗിച്ച് മറ്റാരെയെങ്കിലും സഹായിക്കാം. പിന്നെ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളൂ, ഉത്തരവിന്റെ ആവശ്യകതയുള്ളത് ദാസിമാർക്കാണ്, റാണിമാർക്കല്ല. നിനക്ക് ബീഗമായതിൽ വലിയ അഭിമാനമാണല്ലോ. ഈ അന്തഃപുരത്തിൽ എത്ര ബീഗങ്ങൾ ഉണ്ടെന്ന് നിനക്കറിയാമോ? നിനക്കാണെങ്കിൽ റുഖിയ ബീഗത്തെ പോലെ ചക്രവർത്തിയുമായി ബാല്യകാല സൗഹൃദവുമില്ല, അതുപോലെ ബീഗത്തെ പോലെ സൗന്ദര്യത്തിന്റെ ആകർഷണീയതയും. നസീമ ബീഗത്തെ പോലെ നീയൊരു കലാകാരിയുമല്ല. നോക്കാം നീ എത്ര കാലം ചക്രവർത്തിയുടെ ബീഗമായിരിക്കുമെന്ന്. ബീഗമായിരിക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. മൂത്തിയെ ഓർത്ത് വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ സുരക്ഷിതയായി. നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല. നിനക്കറിയാമോ ജ്യോതാ ബീഗം, നിന്റെ പ്രത്യേകത എന്താണെന്ന്? ഷെഹൻഷാ ഇതുവരെ നിന്നെ പ്രാപിച്ചിട്ടില്ല. പുതുവസ്ത്രത്തിന്റെ തിളക്കം അതാരെങ്കിലും ഉപയോഗിക്കും വരെ പുതുമയോടെ ഇരിക്കും. ഒരിക്കലത് ധരിച്ചു കഴിഞ്ഞാൽ അത് പഴയതായിത്തീരും. പുരുഷന്മാരുടെ സ്വഭാവവും ഇങ്ങനെ തന്നെ. എന്ത് തന്നെയായാലും വളരെ തീക്ഷ്ണതയോടെ ആഗ്രഹിക്കും. പക്ഷെ അത് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ തീക്ഷ്ണത മറ്റെന്തിനോടെങ്കിലുമായിരിക്കും. ഷെഹൻഷാ നിന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നീയും ഒരു പഴയ വസ്ത്രം പോലെയായി തീരും. അപ്പോഴേക്കും നമ്മുടെ ചക്രവർത്തിക്ക് പുതുമണവാട്ടി എത്തിയിരിക്കും. അപ്പോൾ നീ വരുന്നതായിരിക്കും ഈ മഹാമംഗയുടെ അടുത്ത്. അന്നീ അന്തഃപുരത്തിൽ നിന്റെ ശരിയായ സ്ഥാനം എന്തായിരിക്കുമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഒരു സ്ത്രീയായിരുന്നിട്ടും മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാനാകും? ഈ അന്തഃപുരത്തിൽ സ്ത്രീകൾ പരസ്പരം ബഹുമാനം നൽകുന്നില്ല, യോജിച്ചു പോകുന്നുമില്ല. സ്വയം ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പുരുഷന്മാർ എങ്ങനെയാണ് ബഹുമാനിക്കുക? അഹങ്കാരം. എന്തൊരഹങ്കാരമാണ് നാം നിന്റെ മുഖത്തിപ്പോൾ കാണുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് നിന്റെ മുഖത്തിന്റെ തിളക്കം മങ്ങിത്തുടങ്ങുമ്പോൾ അപ്പോഴും ഈ അഹങ്കാരം ഈ മുഖത്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രുക്സ, ഈ ലാഹോറിൽ നെയ്തെടുത്ത വസ്ത്രങ്ങൾ നിനക്ക് വേണ്ടിയാണ്. നോക്ക്, സ്വർണ്ണ നൂലിൽ മുത്തുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. പിന്നെ നാസിമ, നിനക്ക് വേണ്ടി ആഭരണങ്ങൾ കണ്ടില്ലേ? എത്ര മനോഹരമാണെന്ന്. ഇത് നിനക്ക് നന്നായിട്ട് ഇണങ്ങും. പിന്നെ ഹീന, ഈ മുത്തുപിടിപ്പിച്ച ആഭരണം നിനക്ക് വേണ്ടി. കണ്ടോ നീ? വളരെ മനോഹരമായിട്ടുണ്ട്. ആ പിന്നെ ബീഗം ഫസാന, ഞാൻ അറിഞ്ഞത് നീ എന്റെ തോഴിമാരോട് അപമര്യാദയെ പെരുമാറിയെന്നാണ്. ബീഗം സാഹിബ, ഒരു കാര്യം ഓർത്തോ, ഈ തോഴിമാരെല്ലാം ഈ റാണിയുടെ പ്രിയപ്പെട്ടവരാണ്. ബീഗം സാഹിബ, മിണ്ടരുത്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനൊരു തെറ്റ് ആവർത്തിക്കാൻ ശ്രമിക്കുക പോലും ചെയ്യരുത്. ബീഗം സാഹിബ, ഒരു വിശേഷ വാർത്തയുണ്ട്. പറയൂ. നിങ്ങളെല്ലാവരും അറിഞ്ഞോ ജോധാ ബീഗം ഷെഹൻഷാ കൊടുത്ത വാക്കുപ്രകാരം എന്താണ് ചെയ്തതെന്ന്? അവൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ ഉത്തരവിലൂടെ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കാമായിരുന്നു. ഈ ലോകം തന്നെ അവളുടെ കാൽ കീഴിലാക്കാമായിരുന്നു. പക്ഷെ അവൾ ആ സുവർണ അവസരം പ്രയോജനപ്പെടുത്തിയില്ല.
കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇതേ അവസരം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ഷെഹൻഷായുടെ 100 രാത്രികളും 100 പകലുകളുമാണ് ആവശ്യപ്പെട്ടത്. ഷെഹൻഷാ എനിക്കത് സന്തോഷപൂർവ്വം അനുവദിച്ചു തന്നു. 100 ദിവസവും ചക്രവർത്തി എന്നെ സന്തോഷിപ്പിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണം ബീഗം. പക്ഷെ ഇങ്ങനെയെല്ലാം ചെയ്തവൾ തെളിയിച്ചു അവൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന്. അവളിൽ എന്തോ ഒരു സവിശേഷതയുണ്ട്. ഷെഹൻഷായുടെ ഉത്തരവിന് പോലും അവൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അവളെ ഭയമായിരിക്കാം, പക്ഷെ എനിക്ക് അവളെ ഒരു ഭയവുമില്ല. മാത്രമല്ല അവളുടെ വിഡ്ഢിത്തരങ്ങൾ കേൾക്കാൻ എനിക്ക് സമയവുമില്ല. എനിക്ക് ഈ ഹർമിനേക്കാൾ വലുതായി മറ്റൊന്നും തന്നെയില്ല. ചക്രവർത്തി നീണാൾ വാഴട്ടെ. ബീഗം നാദിറ. പിന്നെ മതി. ഇപ്പോൾ നമ്മുടെ ആയുധ പരിശീലനത്തിന്റെ സമയമാണ്. ചതുരംഗത്തിലെ പ്രാവീണ്യം കൂടാതെ നിനക്ക് വാൾപ്പയറ്റും അറിയുമെന്ന് നമുക്കറിയില്ലായിരുന്നു. യോദ്ധാക്കൾക്ക് ചതുരംഗത്തോടൊപ്പം തന്നെ വാൾപ്പയറ്റും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അകത്തളങ്ങളിൽ ഇരുന്ന് ചതുരംഗം കളിക്കുന്നതും യുദ്ധക്കളത്തിൽ വാൾ പയറ്റുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. സംസാരം സദസ്സിൽ മാത്രമാണ് വേണ്ടത് ഷെഹൻഷാ. യുദ്ധത്തിൽ ആക്രമണത്തിലാണ് ശ്രദ്ധ വേണ്ടത്. യുദ്ധത്തിൽ ശ്രദ്ധ കൈവിടുന്നത് മണ്ടത്തരമാകാം, പക്ഷെ അവസരങ്ങൾ പാഴാക്കുന്നത് അതിലും വലിയ വിഡ്ഢിത്തരമാണ്. നമ്മുടെ ശിരസാണ് നിനക്ക് ആവശ്യമെങ്കിൽ അതിനുള്ള അവസരമുണ്ടായിരുന്നല്ലോ. നാം തന്ന വാക്കുകൊണ്ട് നമ്മുടെ ശിരസ് ആവശ്യപ്പെടാമായിരുന്നു. ഇത്രയും നല്ലൊരു അവസരം വെറും ഒരു ദാസിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയല്ലോ. നിനക്ക് വേണമെങ്കിൽ
നമ്മോട് എന്തും ആവശ്യപ്പെടാമായിരുന്നു. നമ്മുടെ ശിരസ്, നിന്റെ സ്വാതന്ത്ര്യം, ജീവിതം മുഴുവൻ കഴിയാനുള്ള സമ്പത്ത്, അങ്ങനെ എന്തും. അങ്ങയുടെ ശ്രദ്ധ മാറിപ്പോയി ഷഹൻഷാ. അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ ഇതിനെ നാം വിട്ടിത്തമെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പാടില്ല, ഇവിടെ നനങ്ങരുത്. കൈ തെറ്റിയാൽ ഈ വാൾ ചിലപ്പോൾ അങ്ങയുടെ ഹൃദയം തുളയ്ക്കും. നിന്റെ ലക്ഷ്യസ്ഥാനം ശരിയല്ല. എനിക്ക് ഹൃദയമേ ഇല്ല. ആർക്കാണ് ഹൃദയമില്ലാത്തത്? അവർക്ക് ജീവനുമില്ല. ജീവനില്ലാത്തവരെ കൊന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഷഹൻഷാ? ഇന്ന് ആദ്യമായാണ് ഒരാൾ നമ്മെ തോൽപ്പിക്കുന്നത്. ഈ ശരിക്കും ഒരു നല്ല പോരാളിയാണ്, അതുപോലെ തന്നെ ഒരു വിഡ്ഢിയുമാണ്. നിനക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കാമായിരുന്നു, പക്ഷെ നീ നമ്മെ വെറുതെ വിട്ടിട്ട് പോകുന്നു. നിരായുധനായ ഒരാളെ കൊല്ലുന്നത് ധീരതയല്ല. ആരെങ്കിലും കൊന്നുവെന്ന് കരുതി ആരും ധീരനാവുകയുമില്ല. ഇന്ന് ആദ്യമായാണ് നമ്മുടെ വാൾ നമ്മെ വഞ്ചിക്കുന്നത്, പക്ഷെ ഇത് നമ്മുടെ തെറ്റല്ല. തെറ്റ് നിന്റെ സൗന്ദര്യം മാത്രമാണ്. അമ്പെയ്ത്തിൽ നീ ഒരു നിപുണയാണ്, പക്ഷെ വാൾപ്പയറ്റ് ഒരു വ്യത്യസ്ത കലയാണ് റുക്കിയ. നീ ജോധാ ബീഗവുമായി നാം വാൾപ്പയറ്റ് നടത്തുന്നത് കണ്ടിരിക്കുന്നു അല്ലേ? ആരോ അങ്ങേക്ക് ഈ വിവരം എത്തിച്ചു തന്നിരിക്കുന്നു. താങ്കളും ജ്യോതയും പയറ്റുന്നത് ഞാൻ കണ്ടു. നാം ഇത് അറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഇതാരും പറഞ്ഞതല്ല. നിന്റെ വിപുലമായ ഈ പ്രവൃത്തിയാണ് അത് നാം മനസ്സിലാക്കാൻ ഇടവന്നത്. നീയും നമ്മോടൊപ്പം വാൾപ്പയറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ റുക്കിയ? അങ്ങയോട് പയറ്റുന്നവർ അങ്ങേ വെറുക്കുന്നവരാണ്, അതായത് ജ്യോതയെ പോലുള്ളവർ. അങ്ങയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്ക പോലുമില്ല. പക്ഷെ നമുക്ക് സന്തോഷമായി. അങ്ങ് ജ്യോതയുടെ കയ്യിൽ നിന്ന് വാൾ തെറിപ്പിച്ച് എന്നെ ചതുരംഗത്തിൽ തോൽപ്പിച്ചതിന് പ്രതികാരം ചെയ്തു. തെറ്റ്. അവൾക്ക് ചതുരംഗത്തിൽ എത്രമാത്രം മികവുണ്ടോ അത്രയും തന്നെ വാൾപ്പയറ്റിലും പ്രാവീണ്യമുണ്ട്. ഒരാളെ അവഗണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ പുകഴ്ത്തുക അല്ല ജലാൽ വേണ്ടത്. അവഹേളിക്കാൻ നാം നടത്തുന്ന ഓരോരോ ശ്രമത്തിനും അവളുടെ ഓരോരോ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു റുക്കിയ. അറിയില്ല ഇനിയും നമുക്ക് അവളെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയാനുള്ളതെന്ന്. അവൾക്ക് എന്തൊക്കെ അറിയാമെങ്കിലും അതുകൊണ്ട് ഒരു ഫലവുമില്ല. കാരണം അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആയുധം കൊണ്ട് കളിക്കുന്നത് വെറും സൈനികരാ, ഒരു സാമ്രാജ്യത്തിലെ ബീഗമല്ല. എന്താ നിനക്ക് അവളോട് അസൂയ തോന്നുന്നുണ്ടോ റുക്കിയ? എന്റെ ഹെർമിൽ അവളുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി ബുദ്ധി കൊണ്ടാണ് കളിക്കേണ്ടത്.
ജ്യോതിയെ പോലെ ആയുധം കൊണ്ടല്ല. പിന്നെ മത്സരം ഹൃദയവും ബുദ്ധിയും തമ്മിലാണെങ്കിൽ ഈ സാമ്രാജ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജ്യോതാ ബീഗം പരാജയപ്പെട്ടു കഴിഞ്ഞു. ഈ ദിവസം വരെയും നമുക്കും അവളെക്കുറിച്ച് ഈ തെറ്റിദ്ധാരണ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഹൃദയത്തിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ അവൾക്ക് അവളുടെ ബുദ്ധി നന്നായിട്ട് പ്രയോഗിക്കാൻ അറിയാം. എനിക്ക് തോന്നുന്നത് ഷെഹൻഷാ അവളുടെ ആരാധകനായെന്ന്. ഒരിക്കലുമില്ല. നമുക്ക് അവളുടെ അഹങ്കാരം ഇല്ലാതാക്കണം. അത് നാം ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങേക്ക് അവളുടെ വാൾ അടിയറവ് വെപ്പിച്ചിട്ടും അവളെ തോൽപ്പിച്ചതായിട്ട് തോന്നുന്നില്ലേ? അവളെ അങ്ങനെ തോൽപ്പിക്കാമായിരിക്കാം, എങ്കിലും നമ്മുടെ വിജയം പൂർത്തീകരിക്കില്ല. ആർക്കാണോ ഹൃദയമില്ലാത്തത് അവർക്ക് ജീവനുമില്ല. ജീവനില്ലാത്തവരെ കൊന്നിട്ട് നമുക്കെന്ത് കിട്ടാനാണ് ഷഹൻഷാ? ഇനി നമുക്ക് കാണേണ്ടത് ഹൃദയമാണോ ബുദ്ധിയാണോ ജയിക്കുന്നതെന്നാണ്. ഇന്ന് പൂജ വയ്ക്കാൻ ഒത്തിരി വൈകും ജ്യോത. അവിടെ നിന്ന് സ്വയം പൂ പറിക്കണമെന്നുള്ള നിർബന്ധം വേണ്ടായിരുന്നു. ഇനി ഈ പൂജ തീരും വരെ അവിടെ നിന്നൊന്നും കഴിക്കുകയില്ലല്ലോ. ഒരു ദിവസം ആഹാരം വൈകിയെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല മോത്തി. പിന്നെ പൂജ ചെയ്യാൻ താമസിച്ച കാര്യം കൃഷ്ണൻ പൂജ ചെയ്യുന്ന സമയമല്ല, പൂജ ചെയ്യുന്നയാളുടെ ഭക്തിയാണ് നോക്കുന്നത്. ശരി, സമ്മതിച്ചു. അവിടുന്ന് പോയി പൂജ ചെയ്യൂ. അപ്പോഴേക്കും ഞാൻ ആഹാരം തയ്യാറാക്കാം. അയ്യോ, കൃഷ്ണന്റെ മൂർത്തിയിലെ ഓടക്കുഴൽ ഇതെവിടെ പോയി? എനിക്ക് തോന്നുന്നു വെണ്ണ കക്കുന്നതിന് പകരം ഇന്ന് ബാലഗോപാലൻ ഓടക്കുഴലാണ് കട്ടതെന്ന്. ആ, കണ്ടുപിടിച്ചു. കുഞ്ഞു കള്ളൻ. എന്നെ പിടിച്ചില്ല. എന്നെ എത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. പറ്റുമെങ്കിൽ വന്ന് നോക്കിയേ. എന്നെ ഒന്ന് പിടിച്ചു നോക്കുന്നേ. വരൂ വരൂ, എന്നെ ഒന്ന് പിടിക്കൂ. വരൂ വരൂ, എന്നെ ഒന്ന് പിടിക്കുന്നേ. ശരി ശരി, സമ്മതിച്ചു. എനിക്കറിയാം നിനക്ക് നല്ല വേഗത്തിൽ ഓടാൻ പറ്റും. നീ അവിടെ ഒന്ന് നിക്ക്. നിന്നെ ഞാൻ ഓടക്കുഴൽ വായിക്കാൻ പഠിപ്പിക്കാം. പഠിക്കണ്ട നിനക്ക്? ആ, പക്ഷെ ആദ്യം എന്റെ കൂടെ ഓടിക്കളിക്കാൻ വന്നേ. എന്നെ പിടിക്കാൻ വാ. നിക്ക്. എന്ത് പറ്റി റഹീം?